അപ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹5,000 ഫോർ 3 years at 10% തരാം. ഇത് ഒന്നും ഓർത്ത് വെച്ചേക്കണ്ട, ഒരു ഫോർമുലയും ഓർക്കണ്ട, ഒരു നമ്പർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്പറൊക്കെ ഓർക്കണമെന്ന് 1 2 3 ഇങ്ങനെ 1 2 എന്നൊക്കെ പറഞ്ഞാൽ ഇതിലൊന്നും നമുക്ക് ഓർത്ത് വെക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്താൽ മതി. 3 വർഷമാണ്. 5000 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 3 വർഷം. ശതമാനം 10% ശതമാനത്തിൽ മാറ്റം കാണും. ചിലപ്പോൾ 2.5 വർഷം, 2.25 വർഷം അങ്ങനെയൊക്കെ വരുമ്പോൾ, ചിലപ്പോൾ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ്, ക്വാർട്ടർലി ഇൻട്രസ്റ്റ് വരുമ്പോൾ ഈ ശതമാനത്തിൻ്റെ വ്യത്യാസം കാണും. ഓക്കെ, ശരി. ഇപ്പോൾ 1 2 3 എന്താ ചെയ്യേണ്ടത്? 10 5000ൻ്റെ 10%. എല്ലാവർക്കും അറിയാം, ഒരു സംഖ്യ, ലാസ്റ്റ് ഒരു സംഖ്യ മാറ്റിക്കോ, ഒരു പോയിന്റ് വെച്ചാൽ 500 അതേപോലെ ഫസ്റ്റ് ഇയർ 1 കഴിഞ്ഞു. രണ്ടാമത്തെ വർഷം പലിശയുടെ പലിശ, കൂട്ടുപലിശ അല്ലേ. ഈ 5000ൻ്റെ പലിശ എത്ര? 500 തന്നെ, സെയിം എഴുതിക്കോ. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം. വേണ്ട, ഈ പലിശയുടെ പലിശ എത്ര? 50. ഓക്കെ. തേർഡ് ഇയർ സെയിം 5000 എല്ലാ നമ്പറിൻ്റെയും എല്ലാത്തിൻ്റെയും 10%. 5000ന് 10% പ്ലസ് ഈ 500ന് 10% പ്ലസ് ഈ 500ന് 10% പ്ലസ് 50ന് 10%. ഇങ്ങനെ എഴുതാൻ അറിയണം. 10% 1, രണ്ടാമത് വരുമ്പോൾ 10 10, 2 സംഖ്യ രണ്ടിൻ്റെയും. മൂന്നാമത് വരുമ്പോൾ 1 2 3 4 കാളം വരും. അത് ഓർത്തേക്കണം. അത്രയേ ഉള്ളൂ. കൂട്ടിക്കോ. നമുക്ക് കിട്ടിയ ആൻസർ കിട്ടി 1500. ഇത് 100, രണ്ടും കൂട്ടിയ 55. ആൻസർ 1655. ആൻസർ ബി കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. പലിശ സമ്മ ഏതാ? 5000 രൂപ. അത് വെച്ചോ. 10% പെർ ആണോ? ഒരു കൺഫ്യൂസ് ഇല്ല. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 വർഷമാണെങ്കിൽ 3 വർഷം എഴുതിക്കോ. ആദ്യത്തെ വർഷം 10% എല്ലാവർക്കും അറിയാം. 10% ഈസി അല്ലേ. 10% ഓഫ് 5000 അത് 500. ചെയ്യേണ്ട ആവശ്യമില്ല. 10% 500. ഓക്കെ, അത് എഴുതി. ഫസ്റ്റ് ഇയർ മാത്രം. സെക്കൻഡ് ഇയർ വരുമ്പോൾ ഈ 500 5000ൻ്റെ 500ൻ്റെ 2 സംഖ്യ വരും. തേർഡ് ഇയർ വരുമ്പോൾ 1 2 3 എല്ലാത്തിനും 10% കൂട്ടിക്കോ. ഇതാണ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ 2.5 3 അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ ഹാഫ് ഇയർലി, ക്വാർട്ടർലി എല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.